ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയും അതുപോലെ തന്നെ രഞ്ജുവിനെയാണ്. അതെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ രണ്ട് സ്ത്രീകളോട് ഒരിക്കലും സത്യസന്ധനാകാൻ പറ്റില്ല ഒരു പുരുഷന് എന്ന് പറഞ്ഞു. കൃഷ്ണവേണിയോട് സത്യസന്ധനായിക്കോളൂ, എന്നോട് കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ആവാം ആദർശേട്ടാ എന്ന് പറഞ്ഞു. രഞ്ജു പ്ലീസ്, ഞാൻ എങ്ങനെയാ പറയുക? എന്താ ആദർശേട്ടൻ്റെ പ്രശ്നം? രഞ്ജു, ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ താനൊന്ന് കേൾക്കണം, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആദർശേട്ടനെ ഞാൻ സ്നേഹിക്കാൻ പാടില്ല എന്നൊഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും ആദർശേട്ടന് എന്നോട് പറയാം, ഞാനത് കേൾക്കാം, അനുസരിക്കാം. രഞ്ജു, ഞാൻ നിന്നോട് കാണിച്ച കെയറിങ്ങിനെ നീ സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചൊരു പെൺകുട്ടി എൻ്റെ ഒപ്പം ജോലി ചെയ്യാനൊരു സാഹചര്യം ഉണ്ടാവുന്നു. തന്നോട് എനിക്ക് അടുപ്പമുള്ളതിന് കാരണം എനിക്ക് എൻ്റെ ക്യാമ്പസിനോടുള്ള സ്നേഹം മാത്രമാണ്, അല്ലാതെ താൻ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ കോളേജിൽ പഠിച്ചൊരു പെൺകുട്ടിയോട് ഞാൻ കാണിച്ചൊരു മര്യാദ മാത്രമേ ഞാൻ തന്നോട് കാണിച്ചിട്ടുള്ളൂ. രഞ്ജുവിൻ്റെ സ്ഥാനത്ത് എൻ്റെ ക്യാമ്പസിൽ പഠിച്ച ഏതൊരു കുട്ടിയാണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഞാൻ അവളോട് പെരുമാറുക. അല്ലാതെ രഞ്ജു കരുതുന്നത് പോലെ രഞ്ജുവിന് ഞാൻ ഒരിക്കലും ഒരു പ്രയോറിറ്റിയും തന്നിട്ടില്ല. ആര് പറഞ്ഞു തരില്ലാന്ന്? ആദർശൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്ക് ആദർശേട്ടാ. എന്താ നോക്കാത്തത്? പറ, നോക്ക് ആദർശേട്ടാ എന്ന് പറഞ്ഞു. ആദർശേട്ടൻ തന്നെ മറന്നുപോയ ആദർശേട്ടനെ ഓർമ്മിപ്പിച്ചത് ഈ ഞാനല്ലേ? പറയാൻ എന്നോട് ആദർശേട്ടന് ഇഷ്ടമുണ്ട്, പക്ഷേ അത് സമ്മതിച്ച് തരാൻ വയ്യ, അതാണ് സത്യം. ഞാനൊരു ശല്യമാണെന്ന് പുറമേ പറയുമ്പോഴും ഞാൻ ശല്യപ്പെടുത്തണമെന്ന് ആദർശേട്ടൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ, എൻ്റെ കോളുകളെ അവോയ്ഡ് ചെയ്യുമ്പോഴും എൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് ആദർശേട്ടന് ഇഷ്ടമാണ്, അതും എനിക്കറിയാം. എൻ്റെ അടുത്തിരിക്കാൻ, എന്നോട് സംസാരിക്കാൻ, എന്തിന് എന്നോടിപ്പോൾ സമയം ചെലവഴിക്കാനൊക്കെ ആദർശേട്ടന് ഇഷ്ടമാണ്. അതാണ് സത്യം, എനിക്കറിയാം, അതാണ് സത്യം. ആദർശനൊന്നും പറയാൻ പറ്റില്ല. ഇനി എന്ത് പറയാനാണ്? എല്ലാം കൈവിട്ട് പോയ അവസ്ഥയിലാണ്. അപ്പോൾ രഞ്ജു വീണ്ടും ക്യാബിനിൽ പോയി ഇരുന്നു. അപ്പോൾ ആദർശ് വീണ്ടും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് രഞ്ജുവിൻ്റെ അടുത്തേക്ക്. ആ ഭയങ്കര ദുഃഖത്തിലും അതിലൊക്കെയാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ ആദർശിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്തേ പറ്റുള്ളൂ. ഇത് തലയിൽ നിന്ന് ഒന്ന് ഒഴിവാക്കിയെടുക്കുക തന്നെ ചെയ്യണം. ആദർശിന് വേറെ വഴിയില്ല. ആ ആദർശ് നേരെ നമ്മുടെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നു. രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ ക്യാബിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ദേ രഞ്ജു, ഞാനൊരു കാര്യം ഞാൻ പറയാം. താൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്, താനത് മാറ്റിയെടുക്കണം. എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ആദർശേട്ടന് എന്നോട് പറയാം, പക്ഷേ സ്വന്തം മനസാക്ഷിയോട് പറയാൻ പറ്റുമോ? രഞ്ജു, ഞാൻ തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ രഞ്ജു ഇങ്ങനെ നിന്നു കേട്ടോ. സ്നേഹിക്കുന്നില്ല, പക്ഷേ എന്നെ കെയർ ചെയ്യുന്നുണ്ട് അല്ലേ? എന്താ, ഒരു കാര്യം അറിയോ ആദർശേട്ടന്? ഞാനിപ്പോൾ കടന്നു പോകുന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെയാണ്. ഈ സമയത്ത് ആദർശേട്ടൻ എന്നോട് കാണിക്കുന്ന സ്നേഹവും കെയറിങ്ങും ഒക്കെ എനിക്ക് എത്ര വിലപ്പെട്ടതാണെന്ന് ആദർശേട്ടൻ അറിയുമോ? ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞു. നീ എന്തു വേണമെങ്കിലും ചെയ്യോ? ആ ചെയ്യും, എന്തു വേണമെങ്കിലും. തനിക്ക് എന്നോടുള്ള സ്നേഹം സത്യമാണ് എന്ന് താൻ എനിക്ക് ബോധ്യപ്പെടുത്തി തരുമോ? ആദർശേട്ടൻ പറ. ആദർശേട്ടനെ വിശ്വസിപ്പിക്കാൻ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? തൻ്റെ സ്നേഹം എന്നെ വിശ്വസിപ്പിക്കാൻ താൻ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്താ അത്? എന്താണെങ്കിലും ഞാനത് ചെയ്യും. ഉറപ്പാണല്ലോ? ഇനി മാറില്ലല്ലോ? ഇല്ല, ഉറപ്പ്. താൻ എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് താൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, താൻ എന്നെ ഒരു സുഹൃത്തായിട്ട് മാത്രം കാണുക എന്നുള്ളതാണ്. അതിന് താൻ തയ്യാറാണെങ്കിൽ തന്നെ ഞാൻ വിശ്വസിക്കാം. നീ എവിടെയെങ്കിലും പോയി ചാവോ എന്ന് പറയുന്നതായിരുന്നില്ലേ ആദർശേട്ടാ ഇതിലും നല്ലത്? എന്തിനാ എന്നോടിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് രഞ്ജു അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആദർശിനെ നോക്കിയപ്പോഴത്തേനും ബാക്കി എല്ലാവരും കാണുകയാണ്. രഞ്ജു പ്ലീസ് ഒന്ന് നിർത്ത്, എല്ലാവരും കണ്ടാൽ എന്ത് കരുതും, ഒന്ന് നിർത്ത് രഞ്ജു പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജു അവിടുന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ആദർശ് വേഗം രഞ്ജു അങ്ങോട്ട് ഷൗട്ട് ചെയ്ത് പോയോണ്ട്, ഷോ ഞാൻ പറഞ്ഞതിനിപ്പോൾ കൂടിപ്പോയോ? അതെ, ഇപ്പോൾ കരഞ്ഞത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്താണോ എന്തോ. അപ്പോൾ ആദർശിന് ടെൻഷൻ, വേണ്ടായിരുന്നു, വെറുതെ അങ്ങനെ പറയണ്ടായിരുന്നു. പിന്നെ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ ശങ്കർ ഇങ്ങനെ വരുമ്പോഴത്തേനും കുട്ടിശങ്കര എന്നൊരു വിളി. അപ്പം മഹാദേവനും അതുപോലെ തന്നെ ശേഖരനും രാധാമണിയും മുത്തശ്ശിയും ഒക്കെ ഉണ്ട്. നിൻ്റെ പെണ്ണ് എന്തൊട്ട് തോന്നിയാസാക്കാടെയൊക്കെ കാണിച്ചു വെച്ച് കൂട്ടുന്നത് എന്ന് ചോദിച്ചു. എന്തൊട്ടാച്ചാ ഗൗരി ചെയ്തത്? എന്താണെന്ന് വെച്ചാൽ അച്ഛൻ തെളിച്ച് പറയാം.
അങ്ങോട്ട് പറഞ്ഞുകൊട് അവൻ്റെ മേഡം എന്താ ചെയ്തതെന്ന് അവൻ അറിയട്ടെ. എടാ ശങ്കര, കമല എൻ്റെ ഭാര്യ. അവളുടെ കാര്യത്തിൽ എന്തിട്ടാ വേണ്ടതെന്ന് ഞാനാ തീരുമാനിക്കാം, അല്ലാതെ നിൻ്റെ ഭാര്യ അല്ല തീരുമാനിക്കേണ്ടത്. എൻ്റെ പൊന്നോ, നിങ്ങളെല്ലാവരോടും ഇങ്ങനെ തുടങ്ങാതെ കാര്യം എന്തിട്ടാന്ന് വെച്ചാൽ ക്ലിയറായിട്ട് പറ. കമലയും കൂട്ടി പുറത്തു പോവാൻ നിൻ്റെ പെണ്ണിന് ആരാ അനുവാദം കൊടുത്തത്? പറയടാ എന്ന് ചോദിച്ചു. കമലയിടത്തേനെയും കൂട്ടിക്കൊണ്ട് ഗൗരി എവിടെ പോയോ? എവിടേക്ക്? ആ, നിൻ്റെ ഭാര്യ എങ്ങോട്ടാ പോയെന്ന് പോലും നിനക്കറിയില്ല അല്ലേ? കഷ്ടം എന്ന് പറഞ്ഞു രാധാമണി. ഗൗരി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അവക്ക് തോന്നിയെടുത്തൊക്കെ അവൾ പോകുന്നു, തോന്നുമ്പോൾ വരുന്നു. കൊള്ളാം, നല്ല അടിപൊളി ജീവിതം. ദേ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാട്ടോ എന്ന് പറഞ്ഞു ശേഖരേട്ടൻ. നിന്റെ ഭാര്യയോ നശിച്ചു, ഇനി ആ പാവം കമലയും കൂടി നശിപ്പിക്കണ്ടെന്ന് ആ മഹാറാണിയോട് നീ ഒന്ന് പറഞ്ഞേക്ക്. എടോ ചേട്ടസാരെ, നാവ് തന്നെയാന്ന് കരുതി എന്ത് തോന്നിവാസം വിളിച്ച് പറയാമെന്നുള്ള ലൈസൻസ് ഉണ്ടെന്ന് താൻ വിചാരിക്കില്ലട്ടോ. എടാ ഒന്ന് അടങ്ങടാ കുട്ടിശങ്കര. അച്ഛനെ ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് ദേഷ്യം തോന്നുമോ കുട്ടിശങ്കര? നിന്റെ ഭാര്യനെ നീയൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, പറഞ്ഞേക്കാം. അല്ലെങ്കിലേ അതോർത്ത് നീ എന്താ പറയുക, ജീവിതകാലം മുഴുവൻ കരയേണ്ടി വരും. അപ്പോഴാണ് കമലയും കൂട്ടിക്കൊണ്ട് ഗൗരി കയറി വരുന്നത്. അപ്പം ആളെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് ശങ്കറിനെ പൊരിച്ചു വാട്ടിക്കൊണ്ട്. അപ്പോൾ ഗൗരി അകത്തേക്ക് കയറി വന്നു. കമലയുണ്ട്. ദേ വന്നല്ലോ നിൻ്റെ മഹാറാണി ഗൗരി തമ്പുരാട്ടി. ചോദിക്കാനുള്ളതേ നീ അങ്ങോട്ടേക്ക് അങ്ങ് ചോദിക്ക് ശങ്കരെ. നീ എന്താ മിണ്ടാതെ നിൽക്കണത്? എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? അത് പിന്നെ അങ്ങനെയാണല്ലോ, മേടത്തെ കാണുമ്പോൾ അവൻ്റെ മുട്ടിടിക്കും, അതാ ശീലം. എന്താ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു ഗൗരി. എന്തൊട്ടാ പ്രശ്നമെന്നോ? എൻ്റെ മരുമോളെ, നീയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഞാനോ? ഞാൻ എന്ത് തെറ്റായിപ്പോൾ ചെയ്തു വെച്ചാ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ ചെയ്തതൊക്കെ ശരിയാ, അങ്ങനെ ഇവൻ വിശ്വസിച്ചോളും. പക്ഷേ ഞങ്ങളെയും കൂടി അങ്ങനെ വിശ്വസിപ്പിക്കാനായിട്ട് മഹാറാണി ശ്രമിക്കരുത്, മനസ്സിലായോ? അമ്മേ, കാര്യം എന്താണെന്ന് പറയാതെ ആരോട് ചോദിച്ചിട്ടാണ് നീ കമലയും കൊണ്ട് കൂടെ കൂട്ടി പുറത്തു പോയതെന്നാണ് ചോദിച്ചത്. നിന്നോട് ചോദിച്ചു കേട്ടില്ലേ? ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? നിന്നോട് ചോദിച്ചു കേട്ടില്ലേ? നിന്നോട് നിൻ്റെ ഇഷ്ടത്തിന് നിനക്ക് എന്തുമാകാം എന്നാണോ നിൻ്റെ ഭാവം? പറ, നിന്നോട് ചോദിച്ചു കേട്ടില്ലേ എന്ന് ചോദിച്ചു മഹാദേവൻ. പച്ച മലയാളത്തിൽ തന്നെയല്ലേ ചോദിച്ചത്, എന്നാ നീ മിണ്ടാത്തത്? ആരുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് നീ ഈ കമലയും കൊണ്ട് ചുറ്റിക്കറങ്ങാൻ പോയതെന്ന്? അച്ഛാ, ഞങ്ങൾ ചുറ്റിക്കറങ്ങാനൊന്നും പോയതല്ല, കമലയിടത്തിയെ ഞാനൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയതാ. ബെസ്റ്റ്, സൂപ്പർ. നീ ഡോക്ടറെ അടുത്തേക്ക് തന്നെയാണ് പോയതെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഞങ്ങളാരും നിൻ്റെ പുറകെ ഒന്നും വന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ വിശ്വസിക്കും? ശങ്കരേ, നീ അങ്ങോട്ട് ചോദിക്കടാ, ആരോട് ചോദിച്ചിട്ടാ പോയതെന്ന് നീ ചോദിക്ക. അപ്പോൾ രാധാമണിക്ക് ഒരു സമാധാനവും ഇല്ല. അമ്മേ, അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ, ശങ്കറിനെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയതുമില്ല, അതുകൊണ്ടാണ് മുത്തശ്ശിയോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ പറഞ്ഞിരുന്നു എന്നുള്ള മട്ടിൽ മുത്തശ്ശി തലയാട്ടി മണി അടിച്ചു കേട്ടോ. അപ്പോൾ വേഗം തന്നെ രാധാമണി, നീ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല എന്നാണല്ലോ അമ്മ പറയണത്? അല്ല എന്ന് പറഞ്ഞ് വീണ്ടും തലയാട്ടി കേട്ടോ. അപ്പം മുത്തശ്ശി ഇങ്ങനെ ആയിട്ടപ്പോൾ, അമ്മേ, മുത്തശ്ശി എന്താ പറയണമെന്ന് എനിക്കും അറിയാം, അമ്മയ്ക്കും അറിയാം. വെറുതെ അമ്മ എന്തിനാ പിന്നെ അത് മാറ്റി പറയാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ രാധാമണി മിണ്ടാതെ നിൽക്കുകയാണ്. എടാ ശങ്കര, നീ നിൻ്റെ ഭാര്യയെ ഒന്ന് സൂക്ഷിച്ചോട്ടോ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഡാ, നിൻ്റെ പെണ്ണ് കമലയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോയി എന്നല്ലേടാ പറഞ്ഞത്? അപ്പം ചോദിക്ക, കമലയെ പരിശോധിച്ചിട്ട് ആ ഡോക്ടറെ എന്തുട്ടാ പറഞ്ഞതെന്നൊന്ന് ചോദിക്കടാ എന്ന് പറഞ്ഞു. ഡോക്ടറെ കാണാൻ പറ്റിയില്ല, മറ്റൊരു ദിവസം ചെല്ലാനായിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ മഹാദേവൻ ചിരിക്കുകയാണ്. നിൻ്റെ ഭാര്യ പറഞ്ഞത് കേട്ടോ, ഡോക്ടറെ കാണാൻ പറ്റിയില്ല എന്ന്. അല്ല, നിനക്കൊരു കാര്യം ചോദിച്ചോട്ടെ മരുമോളെ, ഡോക്ടറെ വിളിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് അല്ലാതെ പിന്നെ എന്ത് തേങ്ങയ്ക്കാണാവോ നീ അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയത്? ഒന്നും മനസ്സിലായില്ലല്ലോ. ഇവള് പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് നിനക്കിപ്പം മനസ്സിലായില്ലേ ശങ്കറെ? ശങ്കർ മിണ്ടുന്നില്ല കേട്ടോ, ഒരക്ഷരം മിണ്ടാതെ നിൽക്കുക. ഇവളുടെ ഗർഭപാത്രം എടുത്തു കളഞ്ഞതാ. ഇനി ഒരിക്കലും കമലയ്ക്ക് അമ്മയാവാൻ പറ്റില്ല. അത് റിപ്പോർട്ടിലുണ്ടായിരുന്നല്ലോ, നീ തന്നെയല്ലേ അത് വായിച്ചത്? എന്താ ശരിയല്ലേ? ഗർഭപാത്രം ഇല്ലാത്ത കമലയും കൂട്ടി നീ ഇനി എങ്ങനെയാടി പ്രസവിപ്പിക്കാൻ പോണത്?
നീയൊന്ന് പറഞ്ഞേടി മരുമോളെ. അപ്പം മിണ്ടോ നിൽക്കുകയാണ്. കമലയുടെ കണ്ണൊക്കെ നിറഞ്ഞങ്ങനെ ഒഴുകാൻ തുടങ്ങിയിട്ടോ. ആകെ സങ്കടമായി കമലയ്ക്ക്. കമല ആകെ വിഷമിച്ച് തകർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഗൗരി നോക്കി നിന്നിട്ട്, അച്ഛാ, ഞാൻ എൻ്റെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ് അച്ഛനും ഞാൻ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, കമലയിടത്തേക്ക് ഇനി ഒരിക്കലും അമ്മയാകാൻ കഴിയില്ലായിരിക്കും. പക്ഷേ അവരൊരു മനുഷ്യ സ്ത്രീയാണ്. ആ ഒരു പരിഗണനയെങ്കിലും നിങ്ങളെല്ലാവരും കമലയിടത്തേക്ക് നൽകണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു. കേസ് പിൻവലിപ്പിക്കാൻ അച്ഛനും അമ്മയ്ക്കും ശേഖരേട്ടനും ഒക്കെ ഈ കമലയിടത്തിൻ്റെ കാല് പിടിക്കാൻ പോലും ഒരു മടി ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ നിങ്ങളൊക്കെ അന്ന് ഈ പാവ സ്ത്രീയോട് കാണിച്ച ആ സ്നേഹമേ ആയിരുന്നില്ല എന്ന് ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. കുട്ടിശങ്കര, എടാ വാഷൗട്ടെ, നിൻ്റെ മുന്നിൽ വെച്ചിട്ട് നിൻ്റെ പെണ്ണ് ഞങ്ങളോടൊക്കെ ഇതേ പറയണത് നീ കേൾക്കുന്നുണ്ടോ? അച്ഛാ, ശങ്കറിനെ ഉപയോഗിച്ച് അച്ഛൻ എന്നെ തടയാൻ ശ്രമിക്കരുത്. എനിക്ക് പറയാനുള്ളത് പറയാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. അപ്പം ശങ്കർ ആകെ ദേഷ്യം പിടിച്ചു. ശങ്കർ മിണ്ടരുത് എന്ന് പറഞ്ഞ് ചുണ്ടി കൈവച്ചോ. ഇനി നീ സംസാരിക്കരുത് കേട്ടോ, മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടരുത്. അപ്പം രാധാമണിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി ഈ വീട്ടിൽ വേറെ ആരുടെയെങ്കിലും കാര്യത്തിൽ നീ ഇടപെട്ടാൽ അറിയാലോ നിനക്കെന്നെ. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് ശങ്കർ മഹാദേവൻ്റെ താക്കീതാ, നീ അത് ഓർത്തോണം. മനസ്സിലായോ ഗൗരി? അപ്പോൾ എന്താ സന്തോഷം. അപ്പോൾ ഇവരിങ്ങനെ മിണ്ടിയില്ല. ഗൗരി ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങ് കയറിപ്പോയി കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. എണിയും മുത്തശ്ശിയും ആരതിയും നന്ദിനി അമ്മയും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കണം. അപ്പം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുത്തശ്ശി കഴിച്ചിട്ട്, ഈ കറി നന്നായിട്ടുണ്ടല്ലോ. അല്ല, നമ്മുടെ ഇവിടെ സാധാരണ ഉണ്ടാക്കാറില്ലാത്ത കറിയാണല്ലോ. ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഉണ്ടാക്കുന്നത്. ഞാനല്ലമ്മേ, ഇത് വേണി ഉണ്ടാക്കിയ കറിയാ, തൃശ്ശൂർ സ്റ്റൈൽ കറിയാ. മുത്തശ്ശിക്ക് ഇത് അത്രയ്ക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചു. ഉള്ള കാര്യം ഞാൻ പറയാലോ, ഞാൻ പേടിച്ചാട്ടോ അതുണ്ടാക്കിയത്. ഇത് മുത്തശ്ശിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു കിണ്ണം കച്ചി ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. അതെ, നമ്മുടെ രാധാമണി തങ്കച്ചിയുടെ സ്പെഷ്യൽ ഐറ്റം കേട്ടോ, നമ്മുടെ അച്ഛൻ്റെ ഫേവറേറ്റ്. അത് ഞാൻ ഉണ്ടാക്കിത്തരാം കേട്ടോ. എനിക്ക് ഈ കറി ഇഷ്ടപ്പെട്ടു. പക്ഷേ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെടുന്ന കറി എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി. അപ്പം നാരായണനെ നോക്കിയിട്ട്, എന്താമ്മേ, അവരുടെ സ്വഭാവം അങ്ങനെയായി പോയതിന് വേണി എന്ത് പിഴച്ചു? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട നന്ദിനിയമ്മേ, അല്ലാണ്ട് പിന്നെ. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ ആയിപ്പോയില്ലേ, തല്ലി നന്നാക്കാൻ പറ്റുമോ മുത്തശ്ശിയെ? പറയാം. സത്യം പറയട്ടെ, വല്ലതും കാണുമ്പോൾ രണ്ടെണ്ണം പിടിച്ച് പൊട്ടിച്ചാലോ എന്ന് എനിക്ക് തോന്നാറുണ്ടെന്നുള്ളത് സത്യമാണ്. ഭാരതി ചിരിക്കുക. എന്നിട്ടാണ് പിന്നെ തള്ളയും തന്തേരും തല്ലിയോളെന്ന് പേര് കേൾക്കാനായിട്ട്. അല്ലെങ്കിലേ രണ്ടിനെ പിടിച്ച് ഞാനങ്ങ് പൊട്ടിച്ച് വിട്ടേനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ മുത്തശ്ശിയുടെ ചിരി സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. മുത്തശ്ശിക്ക് വേണിയുടെ പറച്ചിലല്ലേ. നന്ദിനിയമ്മേ, ഇതേ നോക്കിയേ, മുത്തശ്ശി ചിരിക്കട ചിരി കണ്ടോ നന്ദിനിയമ്മേ? ഈ ചിരി കാണാനായിട്ട് ഒരു എന്തൊട്ട് ഭംഗിയാ എന്നൊക്കെ ചോദിച്ച് വേണി. സത്യം പറയട്ടെ, നിന്നോട് ആർക്കും പിണങ്ങാനും വഴക്ക് വെക്കാനും ഒന്നും പറ്റില്ല. അതിന് നീ സമ്മതിക്കില്ലല്ലോ. അതല്ലേ മുത്തശ്ശി, ഞാനല്ലേ എൻ്റെ വേണിയുടെ ഒരു ക്രെഡിറ്റ്. നമ്മളെന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ പിണങ്ങുന്നത്? മനുഷ്യൻ്റെ ജീവിത ഇന്നല്ലേ നാളെയാണോന്നറിയില്ല. ദേ ഇപ്പം തന്നെ മുത്തശ്ശിയുടെ കാര്യം. മുത്തശ്ശി ആകെ ഞെട്ടിപ്പോയി. ഇപ്പം തട്ടിപ്പോന്നാണോ വേണി പറയുന്നത് എന്നോർത്ത്. അപ്പോൾ ആരതിക്ക് ചിരി വന്നു. നന്ദിനിയമ്മ പറയില്ല എന്നുള്ള മട്ടിൽ കണ്ണടച്ചും കാണിക്കുന്നുണ്ട്. ഇതെന്തുടനെ ഇപ്പം ചിരിക്കണത്? ഞാനൊരു ലോകതത്വമാണ് പറഞ്ഞത്. അതെ, ഒരു പ്രായം കഴിഞ്ഞാലേ നമ്മളൊന്ന് കരുതിയിരിക്കണമെന്നേ, അല്ലെങ്കിലുണ്ടല്ലോ ശരിയാവില്ല കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ ആദർശമോൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. ആഹാ, ഇന്നെന്താ മനുഷ്യ നിങ്ങൾ നേരത്തെ എത്തിയത്? എന്ത് പറ്റി നിങ്ങൾക്ക്? ഇന്ന് ഉച്ച കഴിഞ്ഞ് ബാങ്കിന് ലീവാണോ? ഒന്നും മിണ്ടിയില്ല. നേരെ വന്നു ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കുടിക്കുക. ചോദിച്ചിട്ടൊന്നും മിണ്ടണില്ലല്ലോ. എന്താ പറ്റിയത്? ആദർശേ, നീ ഇരിക്കുക, കഴിക്കാം. വേണ്ടമ്മേ, ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പം മുത്തശ്ശി ചോദിക്കുകയാണ്, മോനെ നീ എന്താ ഉച്ചയ്ക്ക് ശേഷം ലീവാണോ? എന്തു പറ്റി നിനക്ക്? ആകെ വല്ലാണ്ടിരിക്കുന്നത് പോലെ. ഒന്നുമില്ല മുത്തശ്ശി, വെറുതെ എനിക്കൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലീവ് എടുത്തത് എന്ന് പറഞ്ഞിട്ട് ആദർശ് നേരെ റൂമിലേക്ക് കയറിപ്പോയി. അപ്പോൾ വേണിക്ക് ആകെ ഒരു ഡൗട്ട് കേട്ടോ. മത്താപ്പിൻ്റെ ആ പറച്ചിലും ഒഴിഞ്ഞുമാറ്റലും ഒക്കെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ടൊന്നും അല്ല ലീവ് എടുത്തിരിക്കുന്നത്. എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ തോന്നുന്നുണ്ട്.
കണ്ടുപിടിക്കണം എന്നിങ്ങനെ വേണ്ടി തീരുമാനിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ആദർശിനെയാണ് കാണുന്നത്. അപ്പോൾ ആദർശിന് ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തില്ല, ഓരോ എടുത്ത് മാറി മാറി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ബെഡ്റൂമിൽ വന്നിട്ട് ഇരിക്കണോ കിടക്കണോ എന്നൊന്നും ആദർശിന് അറിയില്ല. ആകെ ടെൻഷനായി ഇയാൾ, വല്ലാതെ അപ്സെറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അവസാനം ഇത് ചെന്ന് ഫോൺ എടുക്കുകയാണ്. ഒരു സോറി പറയാല്ലേ എന്ന് തീരുമാനിച്ചാണ് ഫോൺ എടുക്കുന്നത്. അനി വിളിക്കണോ? ഞാൻ ആ കുട്ടിയോട് മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ ഒന്ന് ക്ഷമ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പം ആദർശ് ഇങ്ങനെ എഴുതാൻ തുടങ്ങി. എന്നാൽ വീണ്ടും ഫോൺ വിളിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. ഫോൺ വിളിക്കാൻ തുടങ്ങിയിട്ട് വേഗം കട്ടാക്കി. വേണ്ട, അത് ശരിയാവില്ല, വിളിക്കണ്ട. ഇപ്പം സോറി പറഞ്ഞാൽ ആ കുട്ടി വീണ്ടും തന്നെ അടുപ്പം തുടർന്നുകൊണ്ടേയിരിക്കാം. എന്നോട് അവൾക്ക് ദേഷ്യം തോന്നുന്നെങ്കിൽ തോന്നട്ടെ, അതാ നല്ലത്. ഞങ്ങൾക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടാവുമല്ലോ, അത് തന്നെയല്ലേ ഞാനും ആഗ്രഹിക്കുന്നത്. നമ്മുടെ വാക്കിന് ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പക്ഷേ അയാളെ വിളിച്ചൊന്ന് സമാധാനിപ്പിക്കുന്നത് നമുക്ക് കടമയില്ലേ? അതൊരു മനുഷ്യത്വപരമായൊരു കാര്യമല്ലേ? ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ആകെ ധർമ്മസങ്കടത്തിലായി. വിളിക്കാനും വയ്യ, വിളിക്കാതിരിക്കാനും വയ്യാത്തൊരവസ്ഥ. പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കർ ബായിനിയാണ്. ശങ്കർ ആകെ കല്ലി പൂണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗൗരി അങ്ങോട്ടേക്ക് വന്നു. ശങ്കർ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടത് എന്ന് ചോദിച്ചു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ശങ്കർ? നീ ഒന്ന് പറ. കമലെടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അറിയുമ്പോൾ ശങ്കറിന് സന്തോഷമാവുമെന്നാണ് ഞാൻ കരുതിയത്. ചാടി എഴുന്നേറ്റു. എനിക്ക് ഒരുപാട് സന്തോഷമായി. നിനക്കൊരു സമ്മാനം ഞാൻ തരാം, എന്താ പോരെ? നീ എന്തിനാ ഗൗരി നിന്റെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഞാൻ ശങ്കറിനെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ശങ്കറിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അച്ഛനും അമ്മയും ഒന്നും ഉണ്ടായിരുന്നില്ല. മുത്തശ്ശിയോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഗൗരി, ഞാൻ വിശ്വസിച്ചു. പോരെ നിനക്ക്? നീ എന്തൊക്കെയാ ചെയ്യണമെന്ന് നിനക്ക് തന്നെ അറിയില്ല. എന്താ നമ്മുടെ ജീവിതത്തിനിടയ്ക്ക് മറ്റൊരു പ്രശ്നം വരുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. കമലെടുത്ത് ശേഖരേട്ടൻ്റെ ഭാര്യയാണ്. ശേഖരേട്ടനെയും കമലെടുത്തിയുടെയും കാര്യത്തിൽ നീ ഇടപെടേണ്ട കാര്യമില്ല. അവരുടെ കാര്യം അവർ നോക്കിക്കോളും. ഇപ്പം നമ്മുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ശേഖരേട്ടനോ കമലെടുത്തിയോ ഇടപെട്ടാൽ നമുക്കിഷ്ടാവുമോ? അപ്പോൾ ശങ്കർ എന്താ പറഞ്ഞു വരുന്നത്? കമലെടുത്തി ജീവിച്ചാലും മരിച്ചാലും ശങ്കറിനൊരു പ്രശ്നമില്ല എന്നാണോ ശങ്കർ? ഇപ്പോഴും എല്ലാവരും കമലെടുത്തിയെ ഒരു വേലക്കാരിയെ പോലെയാണ് കാണുന്നത്. കമലെടുത്തിക്ക് ഇനി ഒരിക്കലും അമ്മയാവാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ആ പാവത്തിനോട് എല്ലാവരും ഇങ്ങനെ കാണിക്കണത്? അപ്പം നീ എന്താ പറഞ്ഞു വരുന്നത്? കമലെടുത്തി ഇവിടെ മഹാറാണിയായിട്ട് വാഴിക്കണം എന്നാണോ? കമലെടുത്തി ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യണത് ഇത്ര വലിയ മഹാകാര്യമാണോ? ജോലി ചെയ്യാണ്ട് ആഹാരം കഴിക്കാൻ പറ്റില്ലല്ലോ. ഏത് വീട്ടിലായാലും പെണ്ണുങ്ങൾ പണിയെടുക്കണം. പണിയെടുക്കാണ്ട് പറ്റുമോ ഗൗരി? അപ്പം ആണുങ്ങൾ ജോലിയൊന്നും ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. ശങ്കർ ഇതുവരെ ജോലി ചെയ്യണത് ഞാൻ കാണാറില്ലല്ലോ. ഡി എന്ന് പറഞ്ഞ് കൈ ഉയർത്തി ശങ്കർ ഗൗരിക്ക് നേരെ. എന്നിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് കൈ താത്തിട്ട് കേട്ടോ. എന്നിട്ട് അവിടെ ഇരുന്ന ഗ്ലാസ് എടുത്ത് ഒരു ഒറ്റ ഏറെറിഞ്ഞ് ഭിത്തിയിലെറിഞ്ഞ് അങ്ങ് പൊട്ടി തെറിപ്പിച്ചിട്ട് അങ്ങ് പോവാണ്. ഗൗരി ആകെ സ്റ്റക്കായി പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും ഗൗരി പ്രതീക്ഷിച്ചതേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.